അതായത് നിങ്ങളൊക്കെ പല പ്രതീക്ഷയോടാണ് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു പോക്കാത്ത സ്ഥിതിയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വോട്ട് ചോദിച്ചു വരുമ്പോൾ അതിൻ്റെ വിവരം നിങ്ങൾ അറിയും. ഇത് തുറന്നു കാണിക്കുകയാണ്. മുനീർ MLA അടക്കമുള്ള ആളുകളാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ മണ്ഡലമായ സ്ഥലങ്ങളിൽ ഇത്തരം രീതിയിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ്. നാളെ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ആട്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇവിടെ നിന്ന് ഈ വലിയ കല്ലുകൾ എടുത്തിട്ട് തൊട്ടടുത്ത തോട് കെട്ടാൻ കൊണ്ടുപോയി ഇവിടെ തൊട്ടടുത്ത അത് പെട്ടെന്ന് കൊണ്ടുപോയി. അത് പെട്ടെന്ന് പിറ്റേന്ന് നടന്നുണ്ട്, വളരെ സ്പീഡിൽ നടന്നുണ്ട്. ഇവിടെയുള്ള അധികാരിയോട് പറയുമ്പോൾ എന്താണ് പറയുന്നത്? അധികം ഇന്ന് നാളെ നീളെ മറുപടി തന്നെ കിട്ടുന്നു. കുട്ടികൾ തന്നെ ബൈക്കിൽ നിന്നും 2-3 പ്രാവശ്യം വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. കയറ്റത്തുമ്മൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു മോളും ഒരു ചേട്ടനും കൂടി വണ്ടി വന്ന് വീണിട്ടുണ്ട്. MLA MP അവരുടെ വീട് അവരുടെ ഏരിയയിലൊക്കെ നല്ല സെറ്റപ്പ് ആക്കും. ഇവിടെ രാഷ്ട്രീയ സാധാരണക്കാരന് വേണ്ട ലോക്കൽ രാഷ്ട്രീയ നേതാക്കളുള്ള ഏരിയകളുണ്ട്. ഇവിടെ ലോക്കൽ രാഷ്ട്രീയ അപ്പോൾ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അവരുടെ റോഡുകളെല്ലാം ടാറിങ്ങിൻ്റെ മുകളിൽ റീടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 20ഓളം സ്കൂൾ ബസ്സുകളും സ്കൂൾ വണ്ടികളും പോകുന്ന ഒരു റോഡാണിത്. സ്കൂൾ വാഹനങ്ങൾ പോകുന്ന റോഡാണ്. എല്ലാ ദിവസവും ചെറിയ കുട്ടികളടക്കം ഈ പൊടിയെല്ലാം ശ്വസിച്ചിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. ഇതുവരെ ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കില്ല. ആർക്കും വേണ്ടാത്തൊരു റോഡായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. കേരളത്തിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡൊക്കെ ആരുടെയും പെർമിഷൻ ഇല്ലാത്ത ലെവലിലേക്ക് അങ്ങ് പൊളിച്ചിടുക. അതായത് ജനങ്ങൾ പോകുന്ന വണ്ടി ഓടിക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള പല റോഡുകളും നാശമായി കിടക്കുകയാണ്. അതായത് റോഡ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് പൊളിക്കാൻ. അത്തരം രീതിയിലേക്കാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സാധനം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി നീതിക്ക് വേണ്ടി പഞ്ചായത്ത് ഓഫീസുകളും സമരവും മറ്റുള്ള രീതിയിലൊക്കെ ചെയ്താൽ മാത്രമാണ് ഇതൊന്ന് റെഡിയായി കിട്ടുക. പഞ്ചായത്ത് മെമ്പറേയും MLA-യും MP-ൻ്റെ കാല് പിടിക്കണം ഒന്ന് റെഡി ആവണമെങ്കിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് മടവൂരാണ്, കോഴിക്കോട് ജില്ലയിലെ മടവൂർ. ഇതെവിടെ കറക്റ്റ് സ്ഥലം? മടവൂർ പഞ്ചായത്തിലെ 7-10 വാർഡുകളുടെ ഇടയ്ക്കുള്ള വെള്ളാട്ടുകുളം അമ്പലത്തിയാണ് റോഡിലാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഇതിലൂടെ പോകാൻ കഴിയുന്നുണ്ടോ? ഇതിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നടന്നും പോകാൻ പോലും പറ്റില്ല. വല്ല ബൈക്കും വന്നാൽ കല്ല് തെറിച്ചും കുട്ടികളെ മേലിൽ തെറിച്ച് പല അപകടവും ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. റോഡ് കൊത്തിപ്പൊളിച്ചിട്ടേയും കണ്ടു. മെറ്റൽ കുട്ടികളെ ശരീരത്തിൽ തെറിച്ച് വീണ് പരിക്ക് പറ്റുന്നുണ്ട്. ഇവിടെയുള്ള അധികാരിയോട് പറയുമ്പോൾ എന്താണ് പറയുന്നത്? അധികം ഇന്ന് നാളെ നീളെ മറുപടി തന്നെ കിട്ടുന്നുള്ളൂ. ഇത് അല്ല 10 ദിവസം പറയും, പിന്നെ അടുത്ത 10 ദിവസം പറയും. പിന്നെ ഞങ്ങൾക്ക് വലിയൊരു അഭിമാനവും ഞങ്ങൾ പറഞ്ഞാൽ നിർത്തി ഇങ്ങനെ ഇത് ചെയ്യാന്നല്ല. നിങ്ങൾ പറയണ്ടായി. അതായത് ഇതിൻ്റെ അടിഭാഗത്തുള്ള ബോർഡർ കയറ്റിക്കൊണ്ടുപോയി അത് വളരെ വേഗത്തിൽ തന്നെയാണ്. എന്താണ് ഈ ഇതിൻ്റെ സൈഡിലുള്ള ബോർഡർ അതായത് കല്ലുകൾ ഉടൻ കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാ അവർക്ക് വേറെ ഇടോ വർക്ക് എടുത്തെടുത്ത് കെട്ടാൻ കൊണ്ടുപോയതാണ്. തോടിൻ്റെ സൈഡ് കെട്ടാൻ കേട്ടോ ഇരികെ കൊണ്ടുപോയി. ഇവിടെ നിന്ന് ഈ വലിയ കല്ലുകൾ എടുത്തിട്ട് തൊട്ടടുത്ത തോട് കെട്ടാൻ കൊണ്ടുപോയി. ഇവിടെ തൊട്ടടുത്ത അത് പെട്ടെന്ന് കൊണ്ടുപോയി. അത് പെട്ടെന്ന് പിറ്റേന്ന് നടന്നുണ്ട്, വളരെ സ്പീഡിൽ നടന്നുണ്ട്. പിന്നെ റോഡ് മേലെ ഒരു വർക്കും നടന്നില്ല. എന്ത് വർക്കിന് വേണ്ടിയിട്ട് അത് പൊളിച്ചിട്ട്? ജലജീവൻ എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഞങ്ങളാരും ജലത്തിന് വേണ്ടി അങ്ങനെ പ്രശ്നമില്ല, കാരണം ഇവിടെ വെള്ളക്ഷാമുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ അതിനു വേണ്ടി എല്ലാവരും എടുക്കണമെന്ന് പറഞ്ഞ് എല്ലാ വീട്ടിൽക്കും ഇത് വിളിച്ച് പിന്നെ പെട്ടെന്ന് പിന്നെ ഈ റോഡ് മേൽക്കാരും തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ പല പ്രാവശ്യം മുൻ മെമ്പറുടെയും മുൻ പ്രസിഡൻറ്റിൻ്റെയും നിലവിലുള്ള പ്രസിഡൻറ്റിൻ്റെയും അതിരി തിരിക്കുന്ന പേരെന്ന് പറയാം. രാഘവൻ മുൻ പ്രസിഡന്റ്, നിലവിലുള്ള പ്രസിഡന്റ് സന്തോഷ്. ഈ 2 പേരോടും ഞങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് എന്താ പറയുന്നത് 10 ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക. അത് തുടങ്ങിയിട്ടിപ്പം 10 ദിവസം നീട്ടാൻ തുടങ്ങിയിട്ടിപ്പം മാസങ്ങളോളായി. എന്നിട്ടൊന്നും ഒരു പരിഹാരവും ഇല്ല. കുട്ടികളൊക്കെ അടക്കം യാത്ര ചെയ്യുന്നതാണ് പല വണ്ടികളൊക്കെ. ശരിക്കും നമ്മൾ സാധാരണ ഇത്തരം റൂട്ടിലൂടെ വണ്ടികൾ ഓട്ടിക്കഴിഞ്ഞാൽ വണ്ടികൾക്കുള്ള പരിക്കുകൾ വേറെ വരും. എന്താണ് പറയാനുള്ളത്? വണ്ടികൾക്ക് മാത്രമല്ല, കുട്ടികൾ തന്നെ ബൈക്കിൽ നിന്നും 2-3 പ്രാവശ്യം വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. ഈ അധികാരികൾ തിരിഞ്ഞു നോക്കാഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇത്രയും വൈകുന്നത്. നമ്മളെ പഞ്ചായത്തിൽ 7-ാം വാർഡ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റും 10-ാം വാർഡ് മുൻ പ്രസിഡൻറ്റ് ഇവർ ഈ റോഡിലേക്ക് തീരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ മറ്റ് റോഡുകളൊക്കെ വാർഡടക്കം പറയാം. നിങ്ങൾ ഇത് ഏത് വാർഡാണ്? എന്ത് 7-10 വാർഡുകളാണ്. ഒരു മിനിറ്റ്, അതുകൂടെ സ്ഥലം കൂടെ പറയാം. മടവൂര് വായോളി റോഡ് എന്ന് പറയും. വെള്ളാട്ടുകുളം അമ്പലത്തായം റോഡാണ് റിക്കാർഡിൽ. പിന്നെ ഈ 2 മെമ്പർമാർ ഇവർ മുമ്പ് പ്രസിഡൻ്റ് ആയവരാണ്, ഇപ്പോൾ ഒരാൾ പ്രസിഡൻറ്റുമാണ്. ഇവർ ഈ റോഡിലേക്ക് തിരിയാതെ മുൻ പ്രസിഡൻറ്റ് ഇത്രയും
റോഡ് കേട് വരാത്ത റോഡ് പോലും ഈ പ്രാവശ്യം പോയി നന്നാക്കിയിരിക്കുന്നത്. അതിപ്പോൾ അടുത്ത് ഈ പറയങ്ങോട്ട് റോഡൊക്കെ നന്നാക്കിയതാണ്. ഇതിലേക്ക് ഇവർ ഫണ്ട് കിട്ടിയില്ല, ഫണ്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി നോക്കുന്നേരം ഫണ്ടില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയക്കലാണ്. ഇത്തരം രീതിയിലേക്കുള്ള വണ്ടികൾ എങ്ങനെ ഓട്ടാൻ കഴിയുന്നത്? വണ്ടികളൊക്കെ ഇതിൽ പോകുമ്പോൾ ഫുള്ള് കംപ്ലൈൻ്റ് ആണ്. ആരൊന്നും കാർ എടുത്ത് പോകാറില്ല, ബൈക്കാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. കാറിന് മൊത്തം കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഇവിടെയുള്ള ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വീട്ടിലേക്കും പിന്നൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ പിന്നെ അത് വലിയൊരു പ്രശ്നമാണ്. അതായത് ഈ ജനപ്രതിനിധികളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ MLA അടക്കമുള്ള ആളുകളോട് പറയാൻ, അതായത് സ്വന്തമായിട്ടുള്ള സ്വപ്നം എന്ന് പറയുന്നത് വീടാണ്. ആ വീടൊക്കെ നശിച്ച് റോഡിൻ്റെ സൈഡിൽ മൊത്തം പൊടി, യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഈ അവസ്ഥ ഒക്കെ ശരിക്കും ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ പ്രതിഷേധിക്കുന്ന സമയത്ത് നിങ്ങൾ നാളെ വോട്ട് ചോദിച്ചു വരുന്ന ഒരു സമയമുണ്ടെങ്കിൽ ശരിക്കും ഇവർ പ്രതികരിക്കൂട്ടോ. കാര്യം ഇത് തുറന്നു കാണിക്കുകയാണ്. മുനീർ MLA അടക്കമുള്ള ആളുകളാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ മണ്ഡലമായ സ്ഥലങ്ങളിൽ ഇത്തരം രീതിയിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുറച്ച് ആളുകളൊക്കെ ശരിക്കും ഉള്ളേരിയയിൽ വരെ ജീവിക്കുന്നുണ്ട്. അവർക്ക് റോഡ് വേണം, മറ്റുള്ള സൗകര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. കാര്യം ഇല്ലെങ്കിൽ നാളെ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ആട്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അത് പറയാതിരിക്കാൻ വയ്യ. കാര്യം അത്രയേറെ പൊടിയൊക്കെ അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലാത്ത രീതിയിലേക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പൊടി പാറിയതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾ ഒഴിഞ്ഞു പോയതാണ്. ഇനി അവർ പറയുന്ന റോഡ് നന്നാക്കിയിട്ടേ തിരിച്ചു വരുന്നു. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ജലദോഷമാണ്. അതുപോലെ അങ്ങനെ പല വീടുകളിലും ഇപ്പോൾ താമസയോഗ്യമല്ലാതെ അയക്കുന്ന പൊടി പാറുന്നത്. ഇത് ഏകദേശം ഒരു 20ഓളം സ്കൂൾ ബസ്സുകളും സ്കൂൾ വണ്ടികളും പോകുന്ന ഒരു റോഡാണിത്. സ്കൂൾ വാഹനങ്ങൾ പോകുന്ന റോഡാണ്. എല്ലാ ദിവസവും ചെറിയ കുട്ടികളടക്കം ഈ പൊടിയെല്ലാം ശ്വസിച്ചിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ 2022 ഫെബ്രുവരിയിൽ പഞ്ചായത്തിലോട്ട് ഞങ്ങളൊരു ബഹുജന മാർച്ച് 2022 ഫെബ്രുവരിയിൽ പഞ്ചായത്തിലോട്ട് എല്ലാവരും ചെന്നിട്ടൊരു ബഹുജന മാർച്ച് പോലെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ 2023 ഫെബ്രുവരി ആകുമ്പോഴേക്ക് നിങ്ങൾ റോഡെല്ലാം സെറ്റാക്കി തരുന്നു. അതായത് ലാസ്റ്റ് ഇയർ ഫെബ്രുവരി. അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ഫെബ്രുവരി തന്നെ വീണ്ടും നടത്തി. അപ്പോഴും പറഞ്ഞു നിങ്ങൾ 10 ദിവസം കൊണ്ട് നിങ്ങളെ റോഡ് ഞങ്ങളെല്ലാം റെഡിയാകും. ആ PDCയും കഴിഞ്ഞു, ആ ഡേറ്റും കഴിഞ്ഞ് ഇതുവരെ ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കില്ല. ആർക്കും വേണ്ടാത്തൊരു റോഡായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ട് കാണും. അതായത് ഈ MLA മാർ MP മാരൊക്കെ അവരുടെ വീട് അവരുടെ ഏരിയയിലൊക്കെ നല്ല സെറ്റപ്പാക്കും. ഇവിടെ രാഷ്ട്രീയ സാധാരണക്കാരന് വേണ്ട ലോക്കൽ രാഷ്ട്രീയ നേതാക്കളുള്ള ഏരിയകളുണ്ട് ഇവിടെ. ലോക്കൽ രാഷ്ട്രീയ അപ്പോൾ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അവരുടെ റോഡുകളെല്ലാം ടാറിങ്ങിൻ്റെ മുകളിൽ റീടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അദ്ദേഹം പറഞ്ഞ ഈ പറയങ്ങോട്ട് റോഡ് നന്നാക്കിയിട്ട് ഒരു 6 മാസം പോലും ആയിട്ടില്ല. അതിൻ്റെ മുകളിൽ കൂടെ സെക്കൻഡ് ടാറിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ പണി തുടങ്ങുന്നുണ്ട്. ഈ റോഡിനോട് എന്തോ ഒരു പ്രത്യേക മനോഭാവം കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ നോക്കി വെച്ചിരിക്കുകയാണ്. പല ആൾക്കാരും ഇത് കംപ്ലയിൻറ്റ് ചെയ്ത് ഞങ്ങൾ മടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത പ്രക്ഷോഭ രീതിയിലൂടെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരോട്, അതായത് രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയക്കാരോട് എന്താണ് പറയുക? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൂടി നിൽക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇത് ഈ നാടിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പിന്നെ അതായത് നിങ്ങളൊക്കെ പല പ്രതീക്ഷയോടാണ് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു പോക്കാത്ത സ്ഥിതിയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വോട്ട് ചോദിച്ചു വരുമ്പം അതിൻ്റെ വിവരം നിങ്ങൾ അറിയും. ഇത് പിന്നെ ജലജീവനിൽ ഫസ്റ്റ് ടൈം കയറിയ റോഡാണിത്. ഇതിന് ശേഷം കയറിയ എല്ലാ റോഡുകളും നന്നായി കൊടുത്ത് ഇതാണ് ഫസ്റ്റ് ടൈം കയറി. ഇത് ആദ്യം കയറിയോണ്ട് മറന്നു കാണും. മറന്നു കളഞ്ഞിട്ടുണ്ടാവും ഈ റോഡുകൾ. അതുകൊണ്ടായിരിക്കും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തത്. ഈ കയറ്റത്തുമ്മൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു മോളും ഒരു ചേട്ടനും കൂടി വണ്ടി വന്ന് വീണിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇതിലെ പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ റോഡ് എങ്ങനെയെങ്കിലും നിങ്ങൾ നന്നാക്കി തരണം എന്നാണ് പറയുന്നത്. നമ്മളോടിപ്പോൾ പറയുമ്പോൾ നമ്മൾ പഞ്ചായത്ത് പോയി പറയുമ്പോൾ പഞ്ചായത്തിലുള്ള ആൾക്കാർ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നു 10 ദിവസം ഇങ്ങനെ. ഇപ്പോൾ 10 ദിവസം പറഞ്ഞിട്ട് ഈ 2 ദിവസം കൂടി ഉള്ള ഈ 10 ദിവസം തീരാൻ. ഇപ്പോൾ ഞങ്ങൾ എന്തായാലും ജനങ്ങളെ കളിപ്പിക്കുന്ന രീതിയിലേക്കാണ്. നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുന്ന ആളുകൾ എന്താ പറയുക? അങ്ങോട്ട് പോയി പറയാം. വോട്ട് ചോദിക്കാൻ വരുന്ന ആളോട് ഞങ്ങളെ കാര്യം പറയും. പക്ഷേ പിന്നെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്താ പറയുക? ഇനി ഇങ്ങോട്ട് വരുന്നവന് മർദ്ദനം ഉണ്ടാവും ഞങ്ങളെടുത്തുനിന്ന്. കാരണം ഇതിൽ നടന്ന പോലെ വരികയുണ്ടാവില്ല. കാരണം ഒരു ഇപ്പോൾ ഈ ഭാഗത്തുള്ള ഒരു വാർഡോ 2 വാർഡോ ഒന്നല്ലല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പിനും. ഇപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം കോഴിക്കോട് നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ വളരെ വിശാലല്ലേ. എന്നാലും ഞങ്ങൾ എങ്കിലും അവർ നോക്കണോ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം പാർലമെൻറ്റ് മെമ്പർക്കൊന്നും ഇത് നോക്കാൻ കഴിയില്ല. പക്ഷേ MLAക്ക് ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ MLA കാരാട്ട് റസാക്ക് ഞങ്ങൾക്ക് 5 ലക്ഷം റുപ്യ അവിടം വരെ കോൺക്രീറ്റ് ചെയ്തിരുന്നു. ഈ 2.5 കൊല്ലത്തിന് ശേഷം ഞങ്ങൾക്ക് MLA ഉണ്ട്. ജയിച്ച വിജയാഹ്ലാദ പ്രകടനം കണ്ടിരിക്കുന്നു. പിന്നെ കണ്ടില്ല. അയാൾ വീട് കോഴിക്കോട്ടാണ്. ചിലരൊക്കെ പോകുന്നുണ്ട്. പോയാലൊക്കെ നിരാശരായിട്ടാണ് പറഞ്ഞത്. ഞാൻ പോയിട്ടില്ല. തീർച്ചയായും. അപ്പോൾ
ഇവരുടെ പ്രതിഷേധമാണ് ഇവർ രേഖപ്പെടുത്തുന്നത്. പാർട്ടി ഭേദമന്യേ പ്രതിഷേധം. ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഈ ജനപ്രതിനിധികളെ ജയിപ്പിക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷ ഇല്ലാതാവുമ്പോഴാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണണമെന്ന് എന്താണ് പറയുക, താഴ്മയായി, അങ്ങനെയുള്ള രാജാവിൻ്റെ വാക്കുകളാണ്, താഴ്മയായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.